അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മുതഅല്ലിമിൻ്റെ മര്യാദകളെ പറ്റിയാണല്ലോ അല്ലേ. നമ്മൾ അവസാനമായി പറഞ്ഞത് എന്തായിരുന്നു? വശദീദിൽ മുനിയത വസ്തഅസിൽ ഹവ ഫമൻ യസിർ താബിഅഹ ഫഖദ് ഹവ എന്നുള്ള പാടല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് വജിദ്ദ ഫിത്തിലാബി ജിദ്ദൻ അയ്യജിദ് വഖീല ഫിൽ മത്ലബി മൻ ജദ്ദ വജദ് എന്നുള്ളതാണ്. ഇത് നമ്മളെ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാന ഒരു പോയിൻ്റാണ് കേട്ടത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 13ാമത്തെ വൈത്തായി ഇപ്പോൾ നമ്മൾ 11, 12, 13ആയി. ഓക്കെ, എന്താ പറയുന്നത്? വജിദ്ദ, നീ പരിശ്രമിക്കുക. എന്തിൽ? ഫിത്തിലാബി, അന്വേഷണത്തിൽ, തേടലിൽ, അഥവാ ഒരു കാര്യം അന്വേഷിച്ച് തേടി മനസ്സിലാക്കുന്ന വിഷയത്തിൽ നീ കഠിനമായി പരിശ്രമിക്കണം. ജിദ്ദൻ, ഒരു പരിശ്രമിക്കൽ. എങ്ങനത്തെ പരിശ്രമിക്കലാണ്? അയ്യജിദ്ദിൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ പരിശ്രമിക്കൽ. അയ്യജിദ്ദിൻ, പരിപൂർണമായ പരിശ്രമിക്കൽ. നീ തേടുന്ന വിഷയത്തിൽ, ഇൽമിനെ തേടുന്ന വിഷയത്തിൽ നീ പരിശ്രമിക്കണം. എന്തിനാണ്? വഖീല ഫിൽ മത്ലബി, ഇങ്ങനെ തേടി മനസ്സിലാക്കുന്ന ഈ തേട്ടത്തെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ് വഖീല? പറയപ്പെട്ടിരിക്കുന്നു. ഫിൽ മത്ലബി, ഈ തേടുന്നതിൽ അഥവാ ഇൽമിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ് പറയപ്പെട്ടിരിക്കുന്നത്? മൻ ജദ്ദ, ആരെങ്കിലും പരിശ്രമിച്ചാൽ, വജദ, അവൻ അതിനെ എത്തിച്ചിരിക്കുന്നു. ആരെങ്കിലും ഒരു കാര്യം ലഭിക്കാൻ വേണ്ടി ജദ്ദ പരിശ്രമിച്ചാൽ അവൻ ആ കാര്യം എത്തിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതിൽ നമ്മുടെ നിർദ്ദേശം എന്താണ്? പഠിക്കണം എന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ കഠിനമായ പരിശ്രമം നിർബന്ധമാണ്. അങ്ങനെ പരിശ്രമിച്ചാൽ തന്നെ അവനത് എത്തിച്ചതിനെ പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടലായി പറയുമ്പോൾ, ഇൽമിനെ തേടുന്നതിൽ നീ അങ്ങേയറ്റം പരിശ്രമിക്കുക. വജിദ്ദ ഫിത്തിലാബി ജിദ്ദൻ അയ്യജിദ്ദിൻ, ഇൽമിനെ തേടുന്നതിൽ നീ അങ്ങേയറ്റം പരിശ്രമിക്കുക. വഖീല ഫിൽ മത്ലബി മൻ ജദ്ദ വജദ്, ഒരു കാര്യം തേടുന്നതിൽ പരിശ്രമിച്ചവന് അത് ലഭിക്കുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ടോട്ടലായിട്ട് പറയുമ്പോൾ അങ്ങനെ പറയട്ടോ. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്. എന്ത്? ഫിൽ മത്ലബി, തേടുന്നതിൽ പറയപ്പെട്ടിട്ടുണ്ട്. എന്ത്? മൻ ജദ്ദ വജദ്, ഒരു കാര്യം പരിശ്രമിച്ചവന് അത് ലഭിക്കുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും ഒരു കാര്യം ഉണ്ടാവാൻ വേണ്ടി പരിശ്രമിച്ചാൽ അത് അവനിക്ക് ലഭിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൽമിനെ തേടിയാൽ തന്നെ ആ കാര്യം മനസ്സിലാക്കിയ പോലെ തന്നെയാണ് എന്നൊക്കെ കേട്ടോ. മഹാനായ ഷെയ്ഖ് സർനൂജി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ തലബ ഷൈഅൻ വജദ്ദ വജദ് എന്നാ പറഞ്ഞത്. ആരെങ്കിലും ഒരു വസ്തുവിനെ തേടുകയും അത് കരസ്ഥമാക്കുന്നതിൽ പരിശ്രമിക്കുകയും ചെയ്താൽ അവൻ അതിനെ എത്തിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഇതിൻ്റെ ഒരു ആശയം എന്ന് വെച്ചാൽ, ഒരു കാര്യം ആഗ്രഹിക്കുന്നവൻ എത്രത്തോളം അതിൽ ശ്രദ്ധ പതിക്കുന്നുണ്ടോ അതിൻ്റെ കണക്കനുസരിച്ച് അവൻ എത്രത്തോളം അവൻ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും അവനക്ക് മനസ്സിലാക്കുക എന്നാണ്. മുഴുവനായിട്ട് ജീവിതകാലം മുഴുവനായിട്ട് പഠനത്തിന് മുഴുകിയ ഒരുപാട് ആളുകളുണ്ടല്ലോ. രാത്രിയും പകലും നാട്ടിലും യാത്രയിലും ഒരു വ്യത്യസ്തവുമില്ലാതെ പഠനത്തിലായി മുഴുകിയ വലിയ മഹാന്മാരുണ്ട്. അവർക്കൊക്കെ ഇൽമിൻ്റെ യഥാർത്ഥ സത്ത മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അവരൊക്കെ അത്യാവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ച് അത്യാവശ്യത്തിന് മാത്രം ഉറങ്ങി ഇൽമ് എന്ന ലക്ഷ്യത്തിൽ മാത്രം പഠിച്ച ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൻ്റെ എത്തിക്കേണ്ടതിൻ്റെ പരിപൂർണ രൂപത്തിൽ അവർക്ക് എത്തിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താണ്? എത്രത്തോളമാണ് അവൻ്റെ പരിശ്രമം ഉള്ളത് അതനുസരിച്ചായിരിക്കും അവനിക്ക് ഇൽമുണ്ടാവുക. ഓക്കെ, പഠിക്കാൻ സൗകര്യമായ ഒരു അറിവിനെ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും പഠിക്കാൻ സാധിക്കുമെന്ന വിശ്വാസമുണ്ടെങ്കിലും നമ്മൾ പിന്തിപ്പിക്കരുത് എന്നാണ് പറയുക. നമുക്ക് തോന്നുക അത് പിന്നെ പഠിക്കുക, അങ്ങനെയല്ല. അതൊരു മൈനസാണ്. പ്ലസ് എന്നെന്താ? പെട്ടെന്ന് ഉടനെ തന്നെ പരിശ്രമത്തിലേക്ക് മുഴുകുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് ഒന്നും കൂടി നോക്കുക. വജിദ്ദ എന്ന് പറഞ്ഞാൽ ഇജ്തഹിദ് എന്നർത്ഥം. നീ പരിശ്രമിക്കുക എന്നാണ് കേട്ടോ. ഇജ്തഹിദ് എന്നാണ് പരിശ്രമിക്കുക. തിലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്ലാബാണ് വിദ്യാർത്ഥികൾ. ഈ തിലാബ് എന്നല്ല പറഞ്ഞത്. തിലാബ് എന്നുള്ളത് നമ്മൾ പഠിച്ചുള്ളത് എന്ത്? ഫാഅല യുഫാഇലു മുഫാഅലത്ത്. അതുപോലെ തന്നെ ഫിആൽ എന്നും അവിടെ മസ്തർ വരും. അപ്പോൾ അതാണ് തോലബ് യുതാലിബ് മുതാലബത്തം വ തിലാബൻ എന്നുള്ള അതിൽ നിന്നാണ് ഫിത്തിലാബി എന്ന് പറഞ്ഞാൽ മാന ത്വലബ എന്നർത്ഥം. അന്വേഷിക്കുന്ന വിഷയത്തിൽ, തേടുന്ന വിഷയത്തിൽ ജിദ്ദാനി ഇജ്തഹിദിനി പരിശ്രമിക്കുക. ഓക്കെ, പിന്നെ ജിദ്ദൻ എന്ന് പറഞ്ഞു.
ഒരു പരിശ്രമിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിശ്രമിക്കൽ നീ പരിശ്രമിക്കുക. ഇവിടെ എന്താണ്? ജിദ്ദൻ നീ പരിശ്രമിക്കുക. ഇഫ് അൽഫ അല ഇഫ് അൽഫ ഇല എന്ന് പറയും. നീ പ്രവർത്തിക്കുക എന്ന് പറയും. അതാണ് ജിദ്ദൻ ഒരു പരിശ്രമിക്കൽ നീ പരിശ്രമിക്കുക. എങ്ങനത്തെ പരിശ്രമം? അയ്യജിദ് എന്ന് പറഞ്ഞാൽ ജിദ്ദൻ കാമിലൻ എന്നർത്ഥം. പരിപൂർണമായ പരിശ്രമിക്കൽ നീ പരിശ്രമിക്കുക എന്നാണ് പറയുന്നത്. നമുക്കറിയാം എന്ത് ഈ അയ്യ എന്നുള്ളത് യാന് ഷെദ്ദിട്ടാൽ അത് ഒരു കമാലിയത്തിൻ്റെ അതാ പരിപൂർണതയുടെ മേലെ അറിയിക്കും. ഓക്കെ, ജിദ്ദൻ എന്നുള്ളത് അങ്ങനെ അയ്യ ജിദ്ദിൻ എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായ പരിശ്രമിക്കൽ നീ പരിശ്രമിക്കുക എന്ന് പറയാറുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ എന്ത് പറയും? റജുലുൻ അയ്യ റജുലി എന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ്? കാമിലുൻ പരിപൂർണമായ മനുഷ്യൻ എന്നർത്ഥം. എല്ലാം കൊണ്ടും പരിപൂർണമായ ഒരു മനുഷ്യൻ എന്നാണ് അയ്യ റജുലിൻ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം. അതുപോലത്തെ അയ്യ ജിദ്ദ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായ പരിശ്രമിക്കൽ. പിന്നെ ഇനിയിപ്പോൾ അയ്യ ശുജായിൻ എന്ന് പറയാണ്, അഥവാ ശുജാ പറഞ്ഞാൽ ധീരൻ. അപ്പോൾ അയ്യ ശുജായിൻ ധീരതയുടെ അങ്ങേറ്റം, അതിൻ്റെ പരിപൂർണത എന്ന് പറഞ്ഞാൽ എന്താണ്? ധീരതയുടെ മുഴുവൻ കാര്യങ്ങളും അവനിലെ ഉണ്ട് എന്നർത്ഥത്തിനിക്കാണ്. അപ്പോൾ അയ്യ ജിദ്ദിൻ പരിപൂർണമായ പരിശ്രമിക്കൽ, ഇൽമിനെ തേടുന്ന വിഷയത്തിൽ നീ പരിശ്രമിക്കുക. വഖീല പറയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പറയപ്പെട്ടിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ? മുമ്പൊരു കാര്യം പറഞ്ഞു, നീ പരിശ്രമിക്കുന്ന വിഷയത്തിൽ കഠിനമായി അതിൻ്റെ പരിപൂർണ രൂപത്തിൽ നീ പരിശ്രമിക്കണം. ഇവിടെ വഖീല പിന്നെ പറയപ്പെട്ടിരിക്കുന്നു. ഈ പറയപ്പെട്ട കാര്യം ഇവിടെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ പറഞ്ഞതിൻ്റെ ഒരു കാരണമായിട്ട് എന്തുകൊണ്ടാണ് നീ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ പരിപൂർണ രൂപത്തിൽ പരിശ്രമിക്കണം എന്ന് പറഞ്ഞത് എന്തിനാണ്? അത് പറയണേ. ഫിൽ മത്ലബി എന്തിനെക്കുറിച്ച്? തേടുന്നത് വിഷയത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. വഖീല ഫിൽമ തേടുന്നതിൽ പറയപ്പെട്ടിട്ടുണ്ട്. എന്ത്? മഞ്ചദ്ദ വജദ് എന്നുള്ളത്. മഞ്ചദ്ദ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ്? ആരെങ്കിലും പരിശ്രമിച്ചാൽ വജദ അവൻ അതിനെ എത്തിച്ചിരിക്കുന്നു. ഓക്കെ, ഷർത്തും ജവാബുമായിട്ട്. മഞ്ചദ്ദ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചാൽ വജദ അവൻ അതിനെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് വജിദ്ദ ഫിത്തിലാബി ജിദ്ദൻ അയ്യജിദ് വഖീല ഫിൽ മത്ലബി മഞ്ചദ്ദ വജദ് എന്നുള്ളതിൻ്റെ ഏകദേശ കാര്യങ്ങളും ആശയങ്ങളൊക്കെ.